ആദ്യം നമ്മൾ പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കൊടി. അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. ഭൂമി ഏറ്റെടുത്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളുകയായിരുന്നു. സർക്കാരിന് ഉടൻ നടപടികൾ ആരംഭിക്കാമെന്നും തോട്ടമുടമകൾ അതുമായി സഹകരിക്കണമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നു. ആദ്യം റിപ്പോർട്ടിലേക്ക്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തോട്ടമുടമകൾ കോടതിയെ സമീപിച്ചത്. ഹർജി തള്ളിയ കോടതി തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് അനുമതി നൽകി. സർവേ ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സർക്കാരിന് നാളെ തന്നെ ആരംഭിക്കാം. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി എസ്റ്റേറ്റ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം തോട്ടമുടമകൾ ചെയ്തു കൊടുക്കണം. ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്. നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണം. നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. തോട്ടങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരുമായി നിലനിൽക്കുന്ന തർക്കവും കോടതി പരിഗണിച്ചു. ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിന് തുല്യമായ തുക എസ്റ്റേറ്റുകൾ ബോണ്ടായി നൽകണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സിവിൽ കോടതിയുടെ തീർപ്പിന് വിധേയമായി മാത്രമായിരിക്കും ബോണ്ടിൽ അവകാശമുണ്ടാവുക എന്നും കോടതി വ്യക്തമാക്കി. നെടുമ്പാല എസ്റ്റേറ്റിലെ 65.41 ഹെക്ടർ ഭൂമിയും കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ 78.73 ഹെക്ടർ ഭൂമിയുമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഏറ്റെടുത്ത് ഒക്ടോബർ 4-ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാർ നടപടി ചോദ്യം ചെയ്ത് തോട്ടമുടമകൾ കോടതിയെ സമീപിച്ചതോടെ തുടർ നടപടികൾ നിലച്ചിരുന്നു. സർക്കാർ വാദങ്ങൾ കോടതി അംഗീകരിച്ചതോടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിലാകും. കൈരളി ന്യൂസ്, കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിശദീകരണങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, കോടതിയിൽ നിന്ന് ലഭിക്കുന്ന നിർണായകമായൊരു വിധിയാണിത്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാരിന് തുടങ്ങാം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേണമെങ്കിൽ നാളെ തന്നെ തുടങ്ങാമെന്ന് പറയുന്നു. എസ്റ്റേറ്റ് ഉടമകൾക്ക് തിരിച്ചടി, സർക്കാരിന് വലിയ നേട്ടം. അത് കോടതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കാം. സർവേ നടപടികൾ നാളെ തന്നെ ആരംഭിക്കാം. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനുള്ള സൗകര്യം സർക്കാരിന് എസ്റ്റേറ്റ് ഉടമകൾ ചെയ്തു നൽകണം. അപ്പോൾ എസ്റ്റേറ്റ് ഉടമകൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം കോടതി തള്ളി. ഒപ്പം സർക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇങ്ങനെയാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സർക്കാർ വയനാട്ടിൽ ഈ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കുന്നു. അത് എസ്റ്റേറ്റ് ഭൂമിയായിരുന്നു. ആ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ അവർ ആവശ്യപ്പെട്ട കാര്യം ഈ എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഒക്ടോബർ 4-ലെ സർക്കാർ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ നെടുമ്പാല എസ്റ്റേറ്റിൽ 65.41 ഹെക്ടറും എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ 78.73 ഹെക്ടറും, അങ്ങനെ 150ഓളം ഹെക്ടർ ഭൂമിയാണ് ഈ രണ്ട് തോട്ടമുടമകളുടേതുമായി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചതും ജിയോ പുറത്തിറക്കിയത്. ആ ജിയോ റദ്ദാക്കണം, തങ്ങളുടെ ഭൂമി തങ്ങളുടേതാണ് എന്നുള്ളതാണ് എസ്റ്റേറ്റ് ഉടമകളുടെ അവകാശവാദം. അതിനെതിരെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. സർക്കാർ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അടിയന്തര സാഹചര്യമാണ്. അത് പരിഗണിച്ച് സർക്കാർ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കാൻ അനുമതി നൽകണം. ഇനി ഇവർക്ക് നഷ്ടപരിഹാരം ആവശ്യമെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ്. 2013-ലെ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നാണ് ഇവരുടെ ഒരു അവകാശവാദം. അത് നൽകാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ ഈ ബോണ്ട് കെട്ടിവെക്കണമെന്ന് പറയുന്നത് ഈ ഉടമസ്ഥ അവകാശവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നത് കൊണ്ടാണോ? തീർച്ചയായിട്ടും ഈ കേസ് ഈ എസ്റ്റേറ്റ് ഈ തോട്ടങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനത്തെ മിക്ക തോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം പാട്ടക്കാലാവധി പൂർത്തിയായി സർക്കാരിലേക്ക് തിരിച്ചു നൽകണമെന്ന് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കവും കോടതികൾ ഈ സിവിൽ സ്യൂട്ടായി നിലനിൽക്കുന്നുണ്ട്. ആ സിവിൽ ഡിസ്പ്യൂട്ടിൽ ഒരു പരിഹാരം കാണാതെ കോടതികൾ ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഇഷ്യൂവിൽ ഡിസ്പ്യൂട്ടുണ്ട്. ആ ഡിസ്പ്യൂട്ട് സർക്കാരും തോട്ട ഉടമകളും തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ്. അത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള ഡിസ്പ്യൂട്ടാണ്. അപ്പം ഈ ഉടമസ്ഥാവകാശത്തിന് ഇപ്പോൾ സിവിൽ ഡിസ്പ്യൂട്ടിൽ സർക്കാരിന് അനുകൂലമായാണ് അന്തിമ ഉത്തരവ് വരുന്നതെങ്കിൽ അപ്പോൾ നഷ്ടപരിഹാരത്തിന് അവർക്ക് അർഹതയില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിലും സർക്കാർ പറഞ്ഞത് ആ തുക ഞങ്ങളിപ്പോൾ കോടതിയിൽ കെട്ടിവെക്കാൻ തയ്യാറാണ്. അത് ഡിസ്പ്യൂട്ട് തീരുമ്പോൾ ആ ഡിസ്പ്യൂട്ട് അനുസൃതമായി തീരുമാനിക്കാം. പക്ഷേ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന തുക, അതായത് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് എന്ന് പറയുന്നത് പൊന്നും വിലയല്ല, ഭൂമിയുടെ വിപണി വിലയാണ്.
ആ വിപണി വിലയുടെ പല മടങ്ങ് തന്നെ ചിലയിടങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഭൂമി വിലയുമായി ബന്ധപ്പെട്ട് വിപണി വിലയുമായി ബന്ധപ്പെട്ട് അവരാവശ്യപ്പെടുന്ന ആ വിപണി വിലയ്ക്ക് അനുസൃതമായ തുക കെട്ടിവെക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. കാരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ അവിടുത്തെ സാഹചര്യം എത്രയും പെട്ടെന്ന് പുനരധിവാസം പൂർത്തിയാക്കേണ്ടതുണ്ട്, ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അത് കോടതി മുഖവിലക്കെടുത്തു. കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുക. ആ നഷ്ടപരിഹാരം കുറവാണെന്ന് തോന്നിയാൽ അവർക്ക് വേണമെങ്കിൽ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിന് തടസ്സമില്ല. ഇനി ഇപ്പോൾ ഈ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സിവിൽ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം കോടതി പറഞ്ഞു, ആ തത്തുല്യ തുകയ്ക്കുള്ള ബോണ്ട് ഈ എസ്റ്റേറ്റുകൾ കെട്ടിവെക്കണം. ആ തുകയ്ക്ക് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അന്തിമ തീർപ്പിന് വിധേയമായി മാത്രമേ ഈ നഷ്ടപരിഹാരം അവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട 2-3 ആവശ്യങ്ങൾ, കോടതിക്ക് മുമ്പിൽ സർക്കാർ പറഞ്ഞ 2-3 ആവശ്യങ്ങളാണ്. ഒന്ന്, ഈ ഭൂമി എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് കൈവശം കിട്ടണം, എങ്കിലേ അവിടെ ടൗൺഷിപ്പ് നിർമ്മാണവും ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന അടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയൂ എന്നുള്ളതാണ് സാഹചര്യം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഭൂമി എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണം. അതിനൊരൊറ്റ കാര്യമുണ്ട്, സർക്കാർ ഇവർ ആവശ്യപ്പെടുന്ന തുക, അതായത് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം വിപണി വിലയ്ക്ക് തുല്യമായ തുക നൽകാൻ തങ്ങൾ തയ്യാറാണ്. അത് കോടതിയിൽ ആവശ്യമെങ്കിൽ കോടതിയെ കെട്ടിവെക്കാം. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് കോടതി സർക്കാരിന് അനുകൂലമായ ഒരു ഉത്തരവ്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും ഇത് നൽകുന്ന ഒരു മുൻകൂട്ടി നൽകുന്ന ചില പശ്ചാത്തലങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ നയാ പൈസ പോലും കേരളത്തെ ദുരന്തബാധിതരെ സഹായിക്കാനായി കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാത്തൊരു സാഹചര്യം. ഇത്രയധികം വിപണി വിലയിലുള്ള ഭൂമി ഏറ്റെടുക്കലിനുള്ള പണമാണ് സർക്കാർ മുടക്കുന്നത്, ഇതടക്കം ടൗൺഷിപ്പിന്. അതൊരു കാര്യം, ആ പ്രതിസന്ധിയുടേതായ പ്രശ്നം ഒന്ന്. 2, കോടതി ഈ എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജികൾ തള്ളിക്കൊണ്ട് ടൗൺഷിപ്പിനുള്ള അംഗീകാരം നൽകുന്നത് നിയമപരമായി സർക്കാരിൻ്റെ ആവശ്യങ്ങൾ ബന്ധിതമായതുകൊണ്ട് കൂടിയാണ്. അത് അനിവാര്യത കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ്. അത് ഒരു തരത്തിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ പല ന്യായങ്ങൾക്കുമുള്ള നിയമപരമായ തിരിച്ചടിയുടെ പ്രതീക്ഷകൾ ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കാം ഈ ഘട്ടത്തിൽ. സാലിം മുഹമ്മദ്, അതായത് അജിം ഷാ, ഇതിനകത്തൊരു പ്രശ്നം, ഈ പുനരധിവാസം വൈകുന്നു എന്ന് നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കേരളത്തിൽ പ്രതിപക്ഷം, കേന്ദ്ര ഭരണകക്ഷിയായ കേരളത്തിലെ പ്രതിപക്ഷം കൂടി, ഒപ്പം ചില മാധ്യമങ്ങളും. അപ്പോൾ അതിൽ സർക്കാർ പറഞ്ഞൊരു കാര്യം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാർ പണം തന്നാലും തന്നില്ലെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ പുനരധിവാസം സാധ്യമാക്കുക തന്നെ ചെയ്യും എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അഴിയാത്ത ചില കുരുക്കുകളുണ്ട്. അതുകൊണ്ട് അതിലൊന്നാണ് നിയമക്കുരുക്ക്. ആ നിയമക്കുരുക്കിൽ ഈ ഭൂമി പെട്ടുപോയി എന്നുള്ളതാണ് പ്രശ്നം. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു, ഉടനെ ഉടമകൾ കോടതിയെ സമീപിക്കുന്നു, കോടതി അതിന്മേൽ വാദം കേൾക്കുന്നു. ആ പ്രക്രിയ, ആ പ്രോസസ്സിലൂടെ കടന്നുപോയി മാത്രമേ പറ്റൂ. പക്ഷേ കോടതിന് അനുകൂലമായി നമുക്ക് ഒരു തീരുമാനമെടുത്തത്, ഇപ്പോൾ കോടതി വെക്കേഷനാണ്, ഹൈക്കോടതി വെക്കേഷൻ സമയമാണ്. 1-2 ബെഞ്ചുകൾ അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ മാത്രം പരിഗണിച്ച് ജാമ്യം കൊടുക്കുക, അത്തരം ചില കാര്യങ്ങൾ മാത്രം പരിഗണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഈ 10 ദിവസം. തീർച്ചയായും സാലിം മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ ഞാൻ സാലിം മുഹമ്മദിലേക്ക് ഒന്ന് പെട്ടെന്ന് തിരിച്ചെത്താം. മന്ത്രി കെ രാജൻ സാലിം മുഹമ്മദ് നിരീക്ഷിച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി എന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോടതി ഇക്കാര്യം വ്യക്തമായി തിരിച്ചറിഞ്ഞു, ഒരു താമസവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ സാലിം മുഹമ്മദിലേക്ക് എത്താം പെട്ടെന്ന്. ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്നൊരു കോടതി വിധിയാണ്. സർക്കാർ ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ്. സർക്കാർ എടുത്ത നിലപാടുകൾ, അതായത് ഒക്ടോബർ 4 തന്നെ പൊസിഷൻ എടുക്കാനുള്ള നടപടികളിൽ ഒട്ടും നേരം വൈകിയിട്ടില്ല എന്ന് കോടതി നടപടികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്പോൺസർമാരുമായി പിന്നെ പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. അവരോട് ഇതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ വിശദീകരിക്കും. ഈ പ്രക്രിയയിൽ പൂർണ്ണമായി അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തും. ഒരു പ്രതിസന്ധിയുമില്ലാതെ അത് പോകാൻ വേണ്ടി കഴിയും. അവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വേഗതയിലാക്കാൻ വേണ്ടി കഴിയും. തീർച്ചയായും സാലിം മുഹമ്മദ്, താങ്കൾ നിരീക്ഷിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇത് നൽകുന്ന ചില പ്രതീക്ഷകളുണ്ട്. സർക്കാരിനോടുള്ള മറ്റ് പ്രവർത്തികൾക്ക് കൂടിയുള്ള അംഗീകാരം ഇതിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്.
അതാണ് ഞാൻ കേന്ദ്ര സർക്കാരിനെതിരെ കൂടി അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരെ കൂടിയുള്ള ഒരു തിരിച്ചടി ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്, ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും. അതായത് കോടതിയെ കൺവിൻസ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരം നിയമക്കുരുക്കിലായ ഭൂമിയെ സംബന്ധിച്ച് സ്വാഭാവികമായും മാസങ്ങളും വർഷങ്ങളും നീളുമായിരുന്നു തർക്കങ്ങൾ. പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ കോടതിയിൽ ഒരു തരത്തിൽ സമ്മർദ്ദം ചെലുത്തി തന്നെ വെക്കേഷൻ കാലത്ത് പോലും വാദം കേൾക്കാനും വിധി പറയാനും കോടതി തയ്യാറായി എന്നുള്ളതാണ്. ഇതിൻ്റെ വാദം നടന്ന ദിവസങ്ങളിലെല്ലാം അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് കോടതിയിൽ ഹാജരായി അതിൻ്റെ നിയമവശം കോടതിയെ ബോധ്യപ്പെടുത്താൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നതിനൊപ്പം തന്നെ ഈ ഇഷ്യൂവിൻ്റെ ഒരു പ്രാധാന്യം കോടതിക്ക് മുമ്പിൽ എത്തിക്കാൻ, കോടതിയെ കൺവിൻസ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൊളിറ്റിക്കലി എടുത്തൊരു തീരുമാനം കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇതിന് അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിച്ച് ഇത്രയും വേഗതയിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ദുരന്ത ബാധിതരെ എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കണമെന്നുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി ഒരു വശത്ത്, മറുവശത്ത് അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കാൻ കാത്തു നിൽക്കുന്ന ചില കൂട്ടരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം മറുവശത്ത്. അങ്ങനെ രണ്ടും ചേർന്നപ്പോൾ സർക്കാർ കൃത്യമായി കോടതിയിൽ വാദിച്ചു, കോടതിയെ ബോധ്യപ്പെടുത്തി. വളരെ വിശദമായി തന്നെ എസ്റ്റേറ്റ് ഉടമകളുടെ അഭിഭാഷകർ ഇതിൽ വാദിച്ചിരുന്നു, അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. രണ്ട് എസ്റ്റേറ്റ് ഉടമകളുടെ വാദവും രണ്ട് തരത്തിലായിരുന്നു, രണ്ട് ഹർജികളിലും. ആ രണ്ടിലും സമാനമായ ഒരു ഒറ്റ സ്വഭാവത്തിലുള്ള വിധി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഉന്നയിച്ച വ്യത്യസ്തമായ ആവശ്യങ്ങളിലൊന്നുമല്ല കോടതി പരിഗണിച്ചത്. കോടതി പരിഗണിച്ചതും മുൻഗണന നൽകിയതും സർക്കാർ മുന്നോട്ട് വെച്ച നിയമപ്രശ്നങ്ങൾ. കാരണം ഇതിൽ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ വാദം. മറ്റൊന്ന്, എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാക്കണം എന്ന സർക്കാരിൻ്റെ നിലപാട്. ആ രണ്ടും ചേർന്നപ്പോൾ കോടതി അതിനൊപ്പം നിന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് വെക്കേഷൻ ജഡ്ജ് മാത്രം നടത്തിയ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു സിറ്റിംഗ് ആയിരുന്നു. അതിൽ സാധാരണ നിലയിൽ ജഡ്ജ്മെൻറ്റിലേക്കൊന്നും പോകാറില്ല. പക്ഷേ ഇന്ന് അസാധാരണമായ രീതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് തന്നെ പോസ്റ്റ് ചെയ്ത് കോടതി പറഞ്ഞു എന്നുള്ളതാണ്. സർക്കാർ എത്രമാത്രം അക്കാര്യത്തിൽ നിയമ പോരാട്ടം ശക്തമായി സർക്കാർ കൊണ്ടുപോയി എന്നുള്ളൊരു തെളിവ് കൂടിയാണത്. തീർച്ചയായും സമഗ്രം വ്യക്തം വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.